പിണറായി സർക്കാർ കുട്ടനാടിന്റെ കാർഷിക മേഖലയെ തകർത്ത് കർഷകരെ കടക്കെണിയിലാക്കിയെന്ന് KPCC ജനറൽ സെക്രട്ടറി A. ഷുക്കൂർ. നെല്ല് സംഭരിച്ച വകയിൽ കോടിക്കണക്കിന് രൂപ കർഷകർക്ക് ഇപ്പോഴും നൽകാനുണ്ട്. UDF അധികാരത്തിലെത്തിയാൽ നെല്ലിന്റെ സംഭരണ വില കിലോയ്ക്ക് 35 രൂപയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കർഷകരെയും കർഷക തൊഴിലാളികളെയും സംരക്ഷിക്കാൻ ഒരു നടപടിയും സർക്കാർ സ്വീകരിക്കുന്നില്ലെന്നും പ്രഖ്യാപനങ്ങളെല്ലാം ജലരേഖകളായി മാറുകയാണെന്നും ഷുക്കൂർ കുറ്റപ്പെടുത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക കോൺഗ്രസ് കുട്ടനാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച താലൂക്ക് ഓഫീസ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒട്ടേറെ പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നുപോകുകയാണ്. എന്തായിരിക്കും ഈ കാർഷിക മേഖലയിൽ അനന്തരമായി ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് പറയാൻ വയ്യ. കോടിക്കണക്കിന് രൂപ നെല്ല് സംഭരണത്തിലേക്ക് കൊടുക്കാനുണ്ട്. അതിന്റെ ഒരു പരിണിത ഫലമാണല്ലോ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ. ഞങ്ങളൊക്കെ പാലക്കാട് പോയി പ്രവർത്തിച്ചവരാണ്. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ 4000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് UDF ഉണ്ടായിരുന്നെങ്കിൽ അത് 12,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലേക്ക് കൊണ്ടുവന്നത് ആ മേഖലയിലെ കർഷകരാണ് എന്ന് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. അതിവിടെ ആവർത്തിക്കും, ഒരു സംശയം വേണ്ട. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. 2026-ൽ ഞങ്ങൾ ഇത് കാത്തിത്തരാം. അതിനു മുമ്പ് ഈ ഗവൺമെന്റ് വീണാൽ ആ സന്ദർഭത്തിൽ കാത്തിത്തരാം, ഒരു സംശയം വേണ്ട. ജനങ്ങൾ അത്രമാത്രം നിരാശരാണ്, അസംതൃപ്തിയിലാണ് കുട്ടനാട്ട് കാർഷിക മേഖലയിലെ ജനങ്ങൾ. ഞങ്ങളുടെ ഒരു പ്രഖ്യാപനം കൂടി ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ഗവൺമെന്റ് മാറി UDF ഗവൺമെന്റ് വന്നാൽ നെല്ലിന്റെ സംഭരണ വില 35 രൂപയാക്കും എന്നുള്ളതാണ്. നെല്ലിന്റെ സംഭരണ വില കിലോഗ്രാമിന് 35 രൂപയും കൈകാര്യ ചിലവ് 200 രൂപയായും വർദ്ധിപ്പിക്കുക. വേലിയേറ്റം നിയന്ത്രിക്കുവാൻ തണ്ണീർമുക്കം ഫണ്ട് റെഗുലേറ്റ് ചെയ്യുവാൻ അടിയന്തര നടപടി സ്വീകരിക്കുക. വേലിയേറ്റം മൂലം കൃഷി നശിച്ച പാടശേഖരങ്ങൾക്ക് മടകുത്തുവാൻ ധനസഹായം അനുവദിക്കുക. കാർഷിക മേഖലയ്ക്ക് അനുവദിച്ചിരുന്ന സബ്സിഡികൾ കുടിശ്ശിക ഉൾപ്പെടെ ഉടൻ വിതരണം ചെയ്യുക. രൊക്കം പണം നൽകി നെല്ല് സംഭരിക്കുവാൻ സർക്കാർ റിവോൾവിംഗ് ഫണ്ട് അനുവദിക്കുക. സംഭരിച്ച നെല്ലിന്റെ വില അടിയന്തരമായി വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. കർഷക കോൺഗ്രസ് കുട്ടനാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് G. സൂരജ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഞ്ഞനാട് രാമചന്ദ്രൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി അലക്സ് മാത്യു, സംസ്ഥാന സെക്രട്ടറി CB ജോസഫ് മൂലംകുന്നം, പ്രമോദ് ചന്ദ്രൻ, ജോർജ് മാത്യു പഞ്ഞിമരം, CV രാജീവ്, ലാലിച്ചൻ പള്ളിവാതുക്കൽ, MC ജോയപ്പൻ, തോമസ് കുട്ടി സെബാസ്റ്റ്യൻ, അനിൽ തൈവീടൻ, തങ്കച്ചൻ കൂലിപ്പുരയ്ക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. പരിമിതികളെ സാധ്യതകളാക്കി മാറ്റാൻ നാം ശ്രമിക്കണമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ. മനോഭാവങ്ങളിൽ മാറ്റം വരുത്തി പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ പുതിയ തലമുറ പ്രാപ്തരാകേണ്ടതുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കുട്ടനാട് എക്യൂമെനിക്കൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ കിടങ്ങറ സെന്റ് ഗ്രിഗോറിയോസ് പാരിഷ് ഹാളിൽ നടന്ന ക്രിസ്തുമസ് ആഘോഷ ന്യൂനപക്ഷ അവകാശ പ്രഖ്യാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മാർ തോമസ് തറയിൽ. മുൻകാലങ്ങളിൽ കുട്ടനാട്ടിൽ ജീവിച്ചിരുന്നവർ മഴയെയും വെള്ളപ്പൊക്കത്തെയും അതിജീവിക്കുവാൻ കഴിവുള്ളവരായിരുന്നു. ഇന്നത്തെ തലമുറയ്ക്ക് അതിന് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ പുതിയ തലമുറ മറ്റു സ്ഥലങ്ങളിലേക്ക് താമസം മാറിപ്പോകുന്നു. മനോഭാവങ്ങളിൽ മാറ്റം വരുത്തി ഇത്തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങളെ അതിജീവിക്കുവാൻ പുതിയ തലമുറ പ്രാപ്തരാകേണ്ടതുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നമ്മുടെ കാരണവന്മാരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ചുവടുറപ്പിച്ചത് കുട്ടനാട്ടിൽ വലിയ സൗകര്യങ്ങൾ ഉണ്ടായിട്ടൊന്നുമല്ല. അവരൊക്കെ വള്ളത്തിൽ ഊന്നിയൊക്കെയാണ് നടന്നത്. പക്ഷെ അവർക്കൊരു ദൗത്യം ഉണ്ടായിരുന്നു. കുട്ടനൻ തങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിൽ സുവിശേഷം കൊടുക്കണമെന്നുള്ളൊരു ദൗത്യബോധം ഉണ്ടായിരുന്നതുകൊണ്ട് അവരിവിടെ തന്നെ ജീവിച്ചു. ഇവിടെ ഒരു ക്രൈസ്തവ സംസ്കാരം ഉണ്ടാക്കിയെടുത്തു. ഇന്ന് കത്തോലിക്കൻ കിട്ടുന്ന വിലയ്ക്ക് അവൻ്റെ കണ്ടവും വിറ്റ് കൃഷിയും കളഞ്ഞ് അവൻ പോവുകയാണ്. അത് തടയാൻ ഗവൺമെന്റിന് പറ്റിയല്ലോ. നിങ്ങൾ തന്നെ തീരുമാനിക്കണം എന്താണ് ചെയ്യേണ്ടത്. പണ്ട് വെള്ളം കണ്ടാൽ പേടിക്കുന്ന ആൾക്കാരല്ലായിരുന്നു കുട്ടനാട്ടുകാർ. ഇപ്പൊ ഞാൻ പള്ളികളിലൊക്കെ പോകുമ്പോൾ കുഞ്ഞുങ്ങളോട് ചോദിക്കാറുണ്ട്, മക്കളെ നീന്തൽ അറിയാവുന്നൊരു കൈവക്കും. ഒറ്റ ഒരു കൈവക്കും. ഒരു 100 പിള്ളേരുള്ള സൺഡേ സ്കൂൾ. അങ്ങനെ സൺഡേ സ്കൂൾ ഇപ്പൊ കാണാനില്ല കേട്ടോ. പിള്ളേരെല്ലാം വേറെ കണ്ടുപോയി. അതിലൊരു 5-6 എണ്ണം കൈവക്കും. ബാക്കി എല്ലാവരും ഇങ്ങനെ വിഷമിച്ച് നോക്കിയിട്ട് പറയും, നീന്തണമെന്ന് ആഗ്രഹമുണ്ട് പിതാവേ, പിന്നെന്നാ ഞങ്ങളുടെ മമ്മി വിടത്തില്ല. ക്നാനായ സമുദായം കല്ലിശ്ശേരി മേഖലാ മെത്രാപ്പൊലീത്ത കുര്യാക്കോസ് മാർ ഗ്രിഗോറിയോസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. സമ്മേളനത്തിൽ കുട്ടനാട് എക്യൂമെനിക്കൽ ഫോറം രക്ഷാധികാരി ഫാദർ മാത്യു കവിരായിൽ അധ്യക്ഷനായിരുന്നു. കോട്ടയം അതിരൂപത വികാരി ജനറൽ റവറൻ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് മുഖ്യ സന്ദേശം നൽകി. പുളിങ്ങുന്ന് ഫൊറോന വികാരി ഫാദർ ടോം പുത്തൻകളം, ഫാദർ ജോസഫ് കട്ടപ്പുറം, ഫാദർ ജേക്കബ് പാറയ്ക്കൽ, ജിനോ ജോസഫ് കളത്തിൽ, ഷിബു ലൂക്കോസ്, സാബു തോട്ടുങ്കൽ, ജോസി ഡൊമിനിക്, സോണിച്ചൻ പുളിങ്ങുന്ന തുടങ്ങിയവർ സംസാരിച്ചു.
കിടങ്ങറ പാലത്തിന് പടിഞ്ഞാറ് വശത്തു നിന്നും ആരംഭിച്ച വർണ്ണശബളമായ റാലിയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. കനകാശ്ശേരിയിലെ മടവീഴ്ച മേഖലയിൽ ബണ്ട് നിർമ്മാണത്തിന് തുടക്കമായി. തോമസ് കെ തോമസ് MLA ഉദ്ഘാടനം ചെയ്തു. IDRB ഡിസൈൻ പ്രകാരം മടവീഴ്ചയെ സ്ഥിരമായി പ്രതിരോധിക്കും വിധമുള്ള സംവിധാനത്തിലാണ് നിർമ്മാണം. ജലവിഭവ വകുപ്പിൽ നിന്നും അനുവദിച്ച 4.58 കോടി രൂപ വിനിയോഗിച്ചാണ് ബണ്ട് നിർമ്മിക്കുക. കൈനഗിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MC പ്രസാദ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് പ്രസീത മിനിൽകുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗം ലീനാമോൾ, S സുധിമോൻ, പാടശേഖര സമിതി ഭാരവാഹികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കാവാലം തട്ടാശ്ശേരി പാലത്തിനായി സർക്കാർ ഏറ്റെടുത്ത ഭൂമിയിൽ അനധികൃത കയ്യേറ്റം നടക്കുന്നതായി പരാതി. കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ മേൽനോട്ടത്തിൽ പദ്ധതി പ്രദേശത്തെ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റിയെങ്കിലും സ്വകാര്യ വ്യക്തി വീണ്ടും ഇവിടെ അനധികൃത നിർമ്മാണം നടത്തുകയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. കാവാലം തട്ടാശ്ശേരി പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി ഇരുകരകളിലെയും വ്യാപാര സ്ഥാപനങ്ങൾ പൊളിച്ചു നീക്കിയിരുന്നു. സ്ഥലം വിട്ടു നൽകിയവർക്ക് സർക്കാർ അർഹമായ നഷ്ടപരിഹാരവും നൽകി. എന്നാൽ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റിയ ഭാഗങ്ങളിൽ അനധികൃതമായി ചിലർ കച്ചവടം ആരംഭിച്ചത് പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട്. കാവാലം ബാങ്ക് ജംഗ്ഷനിൽ സ്വകാര്യ വ്യക്തി അനധികൃത നിർമ്മാണം നടത്തുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നു. രണ്ട് കരകളിലുമുള്ള ആ സ്ഥലവും ആ സ്ഥലത്തിലിരുന്ന ബിൽഡിങ്ങും എല്ലാം പൊളിച്ചു നീക്കി ആ ബിൽഡിങ്ങിൻ്റെ പൈസയും ആ സ്ഥലത്തിൻ്റെ പൈസയും ആ ബിൽഡിങ്ങിലുണ്ടായിരുന്ന സ്ഥാപനത്തിൽ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ തൊഴിലാളിക്ക് 30,000 രൂപ വീതം കൊടുത്തുകൊണ്ട് മുഴുവൻ ഭാഗം ക്ലിയർ ചെയ്തിരുന്നതാണ്. എന്നാൽ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ സർക്കാർ ഇട്ട ആ കല്ലിൽ നിന്നും മുന്നോട്ട് കയറിക്കൊണ്ട് അനധികൃതമായിട്ട് കെട്ടിട നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 1 കോടി രൂപയ്ക്ക് മേളിൽ ഈ സ്ഥലത്തിൻ്റെയും ഈ കെട്ടിടം പൊളിച്ചതിൻ്റെയുമായിട്ട് തുക മേടിച്ച ആ ഒരു വ്യക്തിയുടെ ബിൽഡിംഗാണ് നമ്മൾ ഈ കാണുന്നത്. അവർ വീണ്ടും ഈ റോഡ് സർക്കാരിൻ്റെ സ്ഥലത്തേക്ക് കയറിയിരിക്കുകയാണ്. രണ്ട് കരകളിലും ഇതുപോലെ തന്നെ നമ്മുടെ പാലം വരേണ്ട റോഡും വരേണ്ട സ്ഥലത്തേക്ക് സ്ഥലം കയറിയിരിക്കുകയാണ്. ഇത് അനധികൃത നിർമ്മാണമാണ്. ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഇടപെട്ടുകൊണ്ട് ഈ നിർമ്മാണം ഇത് പൊളിച്ചു നീക്കി ഈ പാലം പണി തടസ്സപ്പെടുത്താനുള്ള ഇവരുടെ എല്ലാ ശ്രമങ്ങളും അത് മാറ്റണം. സ്ഥലം ഏറ്റെടുത്ത ശേഷവും പദ്ധതി പ്രദേശത്ത് കയ്യേറ്റം നടക്കുന്നത് അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന ആരോപണവും ശക്തമാണ്. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇനിയും കയ്യേറ്റങ്ങൾ ഉണ്ടാകുമെന്നും നാട്ടുകാർ പറയുന്നു. ക്രിസ്തുമസ് പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും സന്ദേശമാണ് പകർന്നു നൽകുന്നതെന്ന് ജോബ് മൈക്കിൾ MLA. ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് മെത്രാപ്പൊലിത്തൻ പള്ളി കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചങ്ങനാശ്ശേരി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ നടത്തിയ ക്രിസ്മസ് ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. ക്രിസ്മസ് എന്ന് പറയുന്നത് കേരളത്തിലെ മാത്രമല്ല ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളും ഇതുപോലുള്ള ആഘോഷങ്ങൾ നടക്കാറുണ്ട്. അത്യുന്നതയിൽ വളർത്തുണ്ടാകേണ്ട ഭൂമിയിൽ എല്ലാം സമാധാനം ഉണ്ടാകട്ടെ എന്നുള്ള ആ ശ്വാലാകയുടെ സന്ദേശം സമാധാനത്തിന് വേണ്ടി നമുക്ക് എല്ലാവരും പ്രാർത്ഥിക്കാം. ക്രിസ്തു കാണിച്ചു തന്ന ആ മാർഗം എളിമയുടെ പ്രതീകമായി ഏറ്റവും ഉൾക്കൂട്ടിൽ വന്ന് ജനിച്ച് ദൈവപുത്രൻ ഉൾക്കൂട്ടി ജനിച്ചുകൊണ്ട് കരുണാർദ്രമായ സ്നേഹം ലോകത്തിന് പകർന്നു നൽകിയ ദിവ്യരക്ഷകന്റെ സന്ദേശം ലോക സമാധാനത്തിന് ഇടയാകട്ടെ എന്നും രോഗികളിലും ആലംബഹീനരിലും ആ ദിവ്യ ചൈതന്യം ദർശിക്കണമെന്നും ജോബ് മൈക്കിൾ പറഞ്ഞു. ചടങ്ങിൽ കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ടോമിച്ചൻ അയ്യരുകുളങ്ങര അധ്യക്ഷത വഹിച്ചു. കത്തീഡ്രൽ വികാരി റവറൻഡ് ഡോക്ടർ ജോസ് കൊച്ചുപറമ്പിൽ ക്രിസ്തുമസ് സന്ദേശം നൽകി. മുനിസിപ്പൽ ചെയർപേഴ്സൺ കൃഷ്ണകുമാരി രാജശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി. കൗൺസിലർ ബീന ജോബി, RMO ഡോക്ടർ അശ്വതി രവീന്ദ്രൻ, നഴ്സിംഗ് സൂപ്രണ്ട് P രജനി, അതിരൂപത സെക്രട്ടറി സൈബി അക്കര, ഫൊറോന പ്രസിഡന്റ് കുഞ്ഞുമോൻ തൂമ്പുങ്കൽ, ശാഖാ സെക്രട്ടറി ജോസി കല്ലുകളം തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കേക്ക് വിതരണവും നടന്നു. തിരുപ്പിറവിയുടെ കാലഘട്ടത്തിൽ അകന്നു നിൽക്കുന്നവരെ ചേർത്ത് നിർത്തുവാൻ എല്ലാവർക്കും കഴിയണമെന്ന് കോട്ടയം അതിരൂപത സഹായമെത്രാൻ ഗീവർഗീസ് മാർ അപ്രേം. നിത്യരക്ഷ നേടിത്തന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി വിശ്വാസികൾ മാറണമെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടനാട് എക്യൂമെനിക്കൽ മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ മാമ്പുഴക്കരി ഹാത്തൂണ ഫൗണ്ടേഷൻ സെന്ററിൽ നടത്തിയ എക്യൂമെനിക്കൽ ക്രിസ്മസ് ആഘോഷവും ജ്ഞാനായ യാക്കോബായ സഭ കോർ എപ്പിസ്കോപ്പ ഫാദർ MA കുര്യാക്കോസ് ചിറയിൽ ചരമവാർഷിക അനുസ്മരണവും അവാർഡ് സമർപ്പണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗീവർഗീസ് മാർ അപ്രേം.
കുട്ടനാടിന്റെ വികസന പ്രക്രിയയിൽ മുഖ്യ പങ്കുവഹിച്ച ചിറയിലച്ചൻ പൊതുസമൂഹത്തിനും സമുദായത്തിനും സഭയ്ക്കും നൽകിയ സംഭാവനകൾ മഹത്തരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. നിത്യരക്ഷ, നിത്യജീവൻ നേടിത്തന്നു. എല്ലാം നമ്മൾ വളരെ കൃതജ്ഞതയോടെ ഓർമ്മിക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ സമ്മാനം, തൻ്റെ പുത്രനെ നമുക്കായി തന്ന ആ വലിയ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തെ ഓർമ്മിക്കുന്നു. ആ പുത്രൻ്റെ വലിയ സ്നേഹത്തെ നമ്മൾ ഓർമ്മിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ മംഗളങ്ങൾ ഞാൻ സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. ഇവിടെ നമ്മുടെ അധ്യക്ഷ പ്രസംഗത്തിൽ കമാൻഡർ ഏലിയാസ് പറഞ്ഞു കഴിഞ്ഞു, ചിറയിൽ കുര്യാക്കോസ് കോർപ്പിക്സ് കോപ്പാച്ചൻ്റെ ആ ജീവിതം ഈ നാടിനു വേണ്ടി അർപ്പിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു എന്ന്. തീർച്ചയായിട്ടും അച്ഛനെ ഞാൻ പല പ്രാവശ്യം കണ്ട് പരിചയമുണ്ട്, സംസാരിച്ചും പരിചയമുണ്ട്. ായ സമുദായത്തിൻ്റെ ആദരണീയനായ ഒരു വൈദികനായിരുന്നു അദ്ദേഹം. അവിവാഹിതൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛന് ധാരാളം സമയം സമൂഹത്തെ സേവിക്കുവാൻ, സഭയെ സേവിക്കുവാനൊക്കെ ലഭിച്ചിരുന്നു. ഫാദർ M.A. കുര്യാക്കോസ് ചിറയിലിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം ദളിത് കത്തോലിക്ക മഹാജനസഭ സംസ്ഥാന പ്രസിഡന്റ് ജെയിംസ് ഇലവുങ്കലിന് നൽകി ആദരിച്ചു. ഇൻഡോ യൂറോപ്യൻ കരിയർ ബിൽഡേഴ്സ് ഡയറക്ടർ കമാൻഡർ T.O. ഏലിയാസ് അധ്യക്ഷനായിരുന്നു. എക്യുമെനിക്കൽ മൂവ്മെന്റ് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ചെറുകാട്, കൺവീനർമാരായ പ്രകാശ് പനവേലി, നൈനാൻ തോമസ് മുളപ്പാമഠം, KJ ജെയിംസ് കൊച്ചുകുന്നേൽ, ടോമിച്ചൻ മേപ്പുറം, ജോസ് T. ആലഞ്ചേരി, റജി കൊച്ചുപറമ്പിൽ, സജി PM, ജോർജ് എബ്രഹാം എന്നിവർ ക്രിസ്മസ് സന്ദേശങ്ങൾ നൽകി. വിവിധ മേഖലകളിൽ അവാർഡുകൾ കരസ്ഥമാക്കിയവരെ ചടങ്ങിൽ ആദരിച്ചു. കേരള ലേബർ മൂവ്മെന്റ് KLM വെളിയനാട് സെന്റ് സേവിയേഴ്സ് യൂണിറ്റ് കുടുംബസംഗമം ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷൻ ചെയർമാൻ മുൻ MLA ഡോക്ടർ സ്റ്റീഫൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. KLM പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ബോധവൽക്കരണം നടത്തി സർക്കാർ ഫണ്ടുകൾ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. എവിടെ തൊഴിലാളികൾക്ക് അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ പ്രതിഷേധങ്ങളും സംഘടനാ സംവിധാനം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്തും 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്തും യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം ഈ തൊഴിലാളി സംഘടനകൾ ശക്തിപ്പെട്ട് പ്രവർത്തിക്കുകയും ഇന്ന് പല പാർട്ടികളും പല രാജ്യങ്ങളും ഭരിക്കുന്ന ലേബർ പാർട്ടിയാണ്. ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനൊക്കെ ഉണ്ടായ കാലത്ത് തൊഴിലാളികൾക്ക് ആവശ്യമായ സൗകര്യം നൽകിയിരുന്നില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. അവർ അമിതമായി അവരെ കൊണ്ട് ജോലിയെടുപ്പിക്കും, അവർക്ക് ആവശ്യമുള്ള ജീവിക്കാൻ ആവശ്യമായ വേതനം നൽകില്ല എന്നൊക്കെ വന്നപ്പോഴാണ് തൊഴിലാളികൾ സംഘടിച്ച് വലിയ സംഘടനയായി മാറി. വലിയ ഓൾ ഇന്ത്യ ലെവലിലും വേൾഡ് വൈഡായിട്ടും തൊഴിലാളി സംഘടനകൾ വലിയ ശക്തമായി മുന്നോട്ട് വന്നു. കുടുംബസംഗമത്തിൽ വെളിയനാട് സെന്റ് സേവിയേഴ്സ് യൂണിറ്റ് ഡയറക്ടർ ഫാദർ ജോസഫ് കുറിയന്നൂർ പറമ്പിൽ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MV പ്രിയ ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി. തകരുന്ന കുട്ടനാടൻ കാർഷിക മേഖല എന്ന വിഷയത്തിൽ KLM യൂണിറ്റ് സെക്രട്ടറി സന്തോഷ് തോമസ് പ്രമേയം അവതരിപ്പിച്ചു. KLM സംസ്ഥാന സെക്രട്ടറി സണ്ണി അഞ്ചിൽ, അതിരൂപത സെക്രട്ടറി VJ സെബാസ്റ്റ്യൻ, ഫൊറോന കോർഡിനേറ്റർമാരായ തോമസ് ചാക്കോ, ജോളി 40-ാം കളം, സെക്രട്ടറി ലീന ജോഷി തുടങ്ങിയവർ സംസാരിച്ചു. പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെയും കലാരംഗത്ത് പ്രതിഭ തെളിയിച്ചവരെയും വിവാഹത്തിന്റെ 25-ാം വാർഷികം ആഘോഷിക്കുന്നവരെയും ചടങ്ങിൽ ആദരിച്ചു. മനുഷ്യത്വമായിരിക്കണം എല്ലാ കാര്യങ്ങളുടെയും അളവുകോലെന്ന് MP അബ്ദുൾ സമദ് സമദാനി MP. കുട്ടമ്പേരൂർ കുറ്റിയിൽ ദുർഗാദേവി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തിന് മുന്നോടിയായി നടന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സമദാനി. മനുഷ്യത്വമായിരിക്കണം എന്തിനേയും വിലയിരുത്താനുള്ള മാനദണ്ഡം. മാൻ ഈസ് ദ മെഷർ ഓഫ് എവരിതിങ് എന്ന് ലോകപ്രശസ്തനായിട്ടുള്ള വിശ്വദാർശനികനായിട്ടുള്ള ഇമ്മാനുവൽ കാന്റിന്റെ ഒരു പ്രസ്താവനയുണ്ട്. മാൻ ഈസ് ദ മെഷർ ഓഫ് എവരിതിങ്. മനുഷ്യനാണ് എല്ലാത്തിന്റെയും അളവുകോൽ. മനുഷ്യന് ഗുണകരമായതൊക്കെ നമുക്കൊക്കെ ഗുണകരമാണ്, മനുഷ്യന് ഹാനികരമായതൊക്കെ എല്ലാവർക്കും ഹാനികരമാണ്. മതത്തെ, രാഷ്ട്രീയത്തെ, കലയെ, സാഹിത്യത്തെ, മറ്റു ആദാന പ്രദാന സംബന്ധിയായിട്ടുള്ള ക്രിയകളെ, പ്രക്രിയകളെ, മനുഷ്യജീവിതത്തിലെ വ്യവഹാരങ്ങളെ ഒക്കെ ഈ ഒരു മാനദണ്ഡം വെച്ച്, ഈ ഒരു ഉരക്കലിൽ വെച്ച് മാറ്റുരച്ച് നോക്കാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാകണം. മനുഷ്യന് ഗുണകരമായതിനെ സ്വീകരിക്കുകയുള്ളൂ. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെ എന്ന് വയലാറ് പാടിയിട്ടുള്ളത് ഈ കേരളത്തിലാണ്.
ആ വയലാറിനോട് വളരെ അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളാണ് നിങ്ങളുടെയൊക്കെ ഈ പ്രദേശങ്ങൾ. വയലാർ രാമവർമ്മ വലിയ കവി. ക്ഷേത്രസമിതി പ്രസിഡന്റ് കെ മദനേശ്വരൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്ര കാര്യദർശി അഡ്വക്കേറ്റ് കെ വേണുഗോപാൽ സ്വാഗതം പറഞ്ഞു. ജസ്റ്റിസ് പി സോമരാജൻ ഭദ്രദീപ പ്രതിഷ്ഠയും കുറിച്ചി അദ്വൈതാശ്രമ മഠാധിപതി വിശാലാനന്ദ സ്വാമി അനുഗ്രഹ പ്രഭാഷണവും നിർവഹിച്ചു. യജ്ഞാചാര്യൻ പള്ളിക്കൽ അപ്പുക്കുട്ടൻ, അഖില ഭാരത അയ്യപ്പസേവാ സംഘം ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഡി വിജയകുമാർ, ക്ഷേത്രതന്ത്രി പുത്തില്ലത്ത് എം മാധവൻ നമ്പൂതിരി, സപ്താഹ കമ്മിറ്റി ചെയർമാൻ കെ പി നാരായണക്കുറുപ്പ് എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ചങ്ങനാശ്ശേരി യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചങ്ങനാശ്ശേരി ഡിപ്പോയിൽ പ്രതിഷേധ ധർണാ സമരം സംഘടിപ്പിച്ചു. KPCC മെമ്പർ ഡോക്ടർ അജീസ് ബെൻ മാത്യൂസ് സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇത്ര ദുരിതപൂർണമായ ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെന്ന് എനിക്കും മനസ്സിലായി. ആലോചിച്ച് നോക്കൂ, പെൻഷൻ പരിഷ്കരണമില്ല, യാതൊരു തരത്തിലുമുള്ള ആനുകൂല്യങ്ങളുമില്ല. ഉത്സവബത്ത പോലും, എത്രയാ ഉത്സവബത്ത നമുക്ക് കിട്ടുന്നത്? 32,000 രൂപ പോലും തരാൻ തയ്യാറാകാത്ത സർക്കാരാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇത്തരത്തിലൊരു സർക്കാർ തൊഴിലാളി വർഗ സർക്കാർ എന്ന് അവകാശപ്പെടുന്നത്? കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടു, കേരളത്തിൽ നവകേരള സദസ് എന്ന് പറയുന്ന ഒരു പൊറാട്ട് നാടകം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ 20 മന്ത്രിമാർ നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിന്റെ കണക്കുകളൊന്നും പുറത്തല്ല, ആർക്കും അറിയില്ല. പ്രിയപ്പെട്ടവരായ എന്റെ പിതൃതുല്യരായ മാതൃതുല്യരായ നിങ്ങളൊക്കെ ഈ ഉച്ചവെയിലത്ത് ഇവിടെ വന്ന് ഈ ധർണയ്ക്കിരിക്കുമ്പോ ആ നവകേരള സദസ്സിന് ദൂർത്തടിച്ച ആ 100 കണക്കിന് കോടി രൂപയുടെ 100-ലൊരു അംശമുണ്ടായിരുന്നെങ്കിൽ കേരളത്തിലെ KSRTCയുടെ പെൻഷൻകാരുടെ ശമ്പള പരിഷ്കരണം അല്ലെങ്കിൽ പെൻഷൻ പരിഷ്കരണം, നിങ്ങൾക്ക് ഉത്സവബത്ത തരാൻ, ആ ക്ഷാമബത്തെ ഒന്ന് കുടിശ്ശിക തന്നു തീർക്കുവാൻ എത്രത്തോളം വലിയ ദുരിതമാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തൊരു തരത്തിലുള്ള സർക്കാരാണ് ഭരണകൂടം എന്ന് പറയുന്നത്? പ്രതിഷേധ യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് AP ശാസ്താവ്കുട്ടി അധ്യക്ഷത വഹിച്ചു. സംസ്കാര സാഹിതി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ബ്രൂസ് മുഖ്യപ്രഭാഷണം നടത്തി. INTUC നേതാവ് ജോബ് വിരുത്തിക്കരി, യൂണിറ്റ് സെക്രട്ടറി ചാക്കോ ആന്റണി, INTUC മണ്ഡലം പ്രസിഡന്റ് തൊമ്മിച്ചൻ സ്രാമ്പിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. കൈനഗിരി പഞ്ചായത്ത് ഓഫീസ് റോഡിൽ GPM പാലത്തിൽ ടാറിംഗ് ജോലികൾ നടക്കുന്നതിനാൽ ചൊവ്വാഴ്ച ഈ ഭാഗത്തുകൂടിയുള്ള വാഹന ഗതാഗതം നിരോധിച്ചതായി പൊതുമരാമത്ത് വകുപ്പ് നിരത്ത് ഉപവിഭാഗം കുട്ടനാട് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. തകഴി ദേവസ്വം ബോർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MV പ്രിയ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. നവകിരണം 2024 എന്ന പേരിൽ തലവടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പ് നടക്കുന്നത്. കാട്ടാള അരുതെന്ന് പറഞ്ഞ ഏത് സാഹചര്യത്തിലാണ് ഒരു മരക്കൊമ്പിൽ ഇരുന്ന ക്രൗഞ്ച മിഥുനങ്ങളിൽ ഒന്നിനെ ഒരു വേടൻ അമ്പെയ്ത് താഴെ ഇടുന്നത് കണ്ടപ്പോഴാണ്, അല്ലെ? വേടൻ അമ്പെയ്യാൻ പോകുമ്പോഴാണ് മാ നിഷാദ എന്ന് പറഞ്ഞത്, അരുതേ കാട്ടാള എന്ന് പറഞ്ഞത്. അങ്ങനെ പറയാൻ ഉള്ള ആ ഒരു മനോഭാവം, ആ കാട്ടാളനോട് അങ്ങനെ സംസാരിക്കാനുണ്ടായ മനോഭാവം എന്താണ്? ആർദ്രതയാണ്, അലിവാണ്. മനുഷ്യ ഹൃദയത്തിലുള്ള അലിവാണ്. അങ്ങനെ ചെയ്യരുത് എന്ന് കാട്ടാളനോട് അപേക്ഷിച്ചത്, യാചിച്ചത്. മനുഷ്യന്റെ ഏറ്റവും സഹജമായ ഒരു ഭാവമാണ് ആർദ്രത, കരുണ, അലിവ്. കാരണം അത് പറയുമ്പോൾ തീർച്ചയായിട്ടും വാൽമീകിക്കറിയാം എന്താണ് അത്. ഭക്ഷണത്തിന് വേണ്ടിയാണ്, അവന്റെ ജീവിതം നിലനിർത്താൻ വേണ്ടിയാണ്. അങ്ങനെ മറ്റുള്ളവരെ മറ്റൊന്നിനെ കൊന്നാണ് ജീവിക്കുന്നത്, ഇതൊക്കെ അറിയാം. ഉദ്ഘാടന ചടങ്ങിൽ PTA പ്രസിഡന്റ് വിനോദ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. തലവടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി B നായർ മുഖ്യപ്രഭാഷണം നടത്തി. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത്, തലവടി ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിയ അരുൺ, സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിന്ധു S, തകഴി ദേവസ്വം ബോർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ലീന, ക്ലസ്റ്റർ കൺവീനർ S ആശ എന്നിവർ സംസാരിച്ചു. വിവിധ ദിവസങ്ങളിലായി സുഹൃത കേരളം, ഹരിത സമൃദ്ധി, ഡിജിറ്റൽ ലിറ്ററസി ആൻഡ് ഡിജിറ്റൽ ഹൈജീൻ, LED ക്ലിനിക് തുടങ്ങിയ വിവിധ വിഷയങ്ങളിലൂന്നി ക്ലാസുകൾ നടക്കും. കൂടാതെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തെരുവു നാടകവും നടത്തും. ക്യാമ്പ് 27-ന് സമാപിക്കും. മുൻ മുഖ്യമന്ത്രി K കരുണാകരന്റെ 14ാം ചരമവാർഷിക ദിനം ആചരിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. തലവടി നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതാക ഉയർത്തലും പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു. നീരേറ്റുപുറം ചക്കുളത്തുകാവ് ജംഗ്ഷനിൽ നടന്ന അനുസ്മരണ സമ്മേളനം DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് വർഗീസ് കോലത്തുപറമ്പിൽ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബിജു പാലത്തിങ്കൽ മുഖ്യപ്രഭാഷണം നടത്തി. അനിൽ വെറ്റിലക്കണ്ടം, വിജയ ബാലകൃഷ്ണൻ, ചെറിയാൻ ജോഷുവ, MS പ്രതാപൻ, മാത്തുക്കുട്ടി തെങ്ങുംപള്ളിൽ,
ഷാജി മാമ്മൂട്ടിൽ, ലീലാമ സക്കറിയ എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് മാന്നാർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനവും പുഷ്പാർച്ചനയും KPCC മുൻ സെക്രട്ടറി മാന്നാർ അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മാന്നാർ ബ്ലോക്ക് പ്രസിഡന്റ് സുജിത് ശ്രീരംഗം അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറിമാരായ തോമസ് ചാക്കോ, സണ്ണി കോവിലകം, കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി K വേണുഗോപാൽ, DCC അംഗം TS ഷഫീഖ്, മണ്ഡലം പ്രസിഡന്റ് മധു പുഴയോരം തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള വർണ്ണവ സൊസൈറ്റി കുട്ടനാട് താലൂക്ക് യൂണിയന്റെ മേഖലാ സമ്മേളനവും കുടുംബ സംഗമവും രാമഗിരി 7-ാം നമ്പർ SNDP ഹാളിൽ നടന്നു. AKVS സംസ്ഥാന പ്രസിഡന്റ് PE വേണുഗോപാൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തെ ഒരുമിച്ച് കൂട്ടുന്നതിന് അവരെ ഒരു സമൂഹത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് അവരും ഇവിടെ ജനിച്ച് ജീവിക്കാൻ അർഹതയുള്ളവരാണ് എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന് ഉള്ള ആ കാലത്തുള്ള സമൂഹ പരിഷ്കർത്താക്കളോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച കവിയൂർ KK കുഞ്ഞു അവരുടെ സമഫലമായിട്ടാണ് 1937 ഈ സംഘടന സമസ്ത തിരുവാങ്കുളം വർണ്ണവ സമാജം എന്ന് ഇതിന് രൂപം കൊടുത്തുകൊണ്ട് അതിന് പേര് കൊടുത്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. രജിസ്റ്റർ ചെയ്യപ്പെട്ടത് അന്ന് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ ഇരുന്ന സമയത്ത് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് നോൺ ട്രേഡിംഗ് കമ്പനി ആക്ട് അനുസരിച്ചായിരുന്നു. SNDPയും NSSും SNDPയും KPMSും ഉൾപ്പെടെയുള്ള സംഘടനകൾ പട്ടികവിഭാഗത്തിൽപ്പെട്ട അപൂർവ സംഘടന ആദ്യകാലത്ത് തുടങ്ങിയ 2-3 സംഘടനകൾ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2-3 സംഘടനകൾ മാത്രമേ നോൺ ട്രേഡിംഗ് കമ്പനി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളൂ. യൂണിയൻ പ്രസിഡന്റ് K ഉത്തമൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ കുട്ടനാട് താലൂക്ക് വൈസ് പ്രസിഡന്റ് NB ഹരിദാസ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. APPS രക്ഷാധികാരി ഡോക്ടർ NV ശശിധരൻ, ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MV പ്രിയ ടീച്ചർ എന്നിവർ പഠന ക്ലാസുകൾ നയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK വേണുഗോപാൽ, രാമഗിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജുമോൻ, AKVS മേഖലാ സെക്രട്ടറി സിനോജ് MS, സംസ്ഥാന മഹിളാ സമാജം പ്രസിഡന്റ് മണിയമ്മ ഷാജി, സെക്രട്ടറി സ്മിത TS, കൗൺസിൽ അംഗങ്ങളായ മഹേഷ് കുമാർ, രാജഗോപാൽ, യൂണിയൻ സെക്രട്ടറി സലികുമാർ, ഖജാൻജി രാജേഷ് എന്നിവർ സംസാരിച്ചു. മാന്നാർ കുട്ടമ്പേരൂർ മഹാത്മജി സ്മാരക വായനശാലയിൽ ബാലവേദി രൂപീകരണ യോഗം നടന്നു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി B ഷാജിലാൽ ഉദ്ഘാടനം ചെയ്തു. ആ ദസ്തയേവ്സ്കി എന്ന് പറയുന്നത് തന്റെ പിതാവിനെ വളരെ ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ട് ആ ക്രൂരമായ കൊലപാതകം നേരിട്ടുകൊണ്ട് തന്റെ ജീവിതകാലം മുഴുവൻ അവസ്മാരം പോലെ അസുഖം ആവാഹിച്ചുകൊണ്ട് ജീവിക്കുകയും ലോകത്ത് ഒരുപാട് പുസ്തകവും എഴുതുന്ന സാഹിത്യവും ദസ്തയേവ്സ്കിയുടെ കഥ വായിച്ച് ഈ കൂട്ടുകാരി ഏത് പ്രതിസന്ധിയിലും മുന്നോട്ട് പോകുവാനും ജീവിക്കുവാനുള്ള ധൈര്യമാക്കിക്കൊണ്ടാണ് ആ പുസ്തകത്തെ എന്തുകൊണ്ട് ചേർത്തുകൊണ്ട് ആ പുസ്തകത്തിൽ വായനശാല പ്രസിഡന്റ് PN ശെൽവരാജൻ ചടങ്ങിൽ അധ്യക്ഷനായി. വിവിധ മത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് LP സത്യപ്രകാശ് ഉപഹാരങ്ങൾ നൽകി. ബാലവേദി മേഖലാ കൺവീനർ ബിപിൻ V നാഥ് ക്ലാസ് നയിച്ചു. വായനശാല സെക്രട്ടറി MV സുരേഷ് കുമാർ, വാർഡ് മെമ്പർ VR ശിവപ്രസാദ്, ഷാജി മാമൻ മാത്യു, അനുജ S നായർ എന്നിവർ സംസാരിച്ചു. വാട്ടർ പ്യൂരിഫയറുകളുടെയും സോളാർ പ്ലാന്റുകളുടെയും വിതരണ സർവീസിംഗ് കമ്പനിയായ പോസിബിൾ സൊല്യൂഷൻസിന്റെ പുതിയ ഓഫീസ് മങ്കൊമ്പ് തെക്കേക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു. മങ്കൊമ്പ് ജംഗ്ഷന് സമീപം ചമ്പക്കുളം റോഡിലെ സൗപർണിക ബിൽഡിംഗിലാണ് ഓഫീസിന്റെ പ്രവർത്തനം. ഗാർഹിക വ്യാവസായികാടിസ്ഥാനത്തിലുള്ള വിവിധതരം വാട്ടർ പ്യൂരിഫയറുകൾ, വാട്ടർ ഫിൽട്ടറുകൾ, STP, ETP വെസൽസ് എന്നിവയുടെ വിപണനവും സർവീസിംഗും പോസിബിൾ സൊല്യൂഷനിലൂടെ ലഭ്യമാണ്. കൂടാതെ സോളാർ പ്ലാന്റുകളും CCTV ക്യാമറകളും ഉത്തരവാദിത്വത്തോടെ കമ്പനി സ്ഥാപിച്ചു നൽകുന്നു. മങ്കൊമ്പ് തെക്കേക്കര കേന്ദ്രമാക്കിയാണ് പ്രവർത്തനം. നെടുമുടി വൈശംഭാഗം 12-ാം വാർഡ് നന്മ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. ലിസി ആന്റണി മുരിയാക്കൽ, ബിബിന ആനന്ദൻ, ജോയ്സ് ബിജു, സാവിത്രി കനകൻ, സുശീല ചന്ദ്രൻ, സുചന്ദ്രലേഖ,
ജോഫി, രജനി, മഞ്ജു എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്രിസ്മസ് ആഘോഷ പരിപാടികൾ. എല്ലാ വർഷവും ക്രിസ്മസ് ആഘോഷങ്ങൾ നടത്താറുണ്ടെന്ന് ഇവർ പറയുന്നു. ഞങ്ങൾ നന്മ കുടുംബശ്രീയാണ് ഞങ്ങളത്. ഞങ്ങൾ എല്ലാ വർഷവും ഇങ്ങനെ ആഘോഷിക്കാറുണ്ട്. ഇപ്രാവശ്യം വിപുലമായിട്ട് ഞങ്ങൾ നടത്തുകയാണ്. ഐശ്വര്യഭാവം 12ാം വാർഡിലെ അയൽക്കൂട്ടമാണ്. നന്മയെന്നാണ് ഞങ്ങളുടെ അയൽക്കൂട്ടത്തിന്റെ പേര്. എല്ലാ വർഷവും ത്തിനേക്കാൾ ഗംഭീരമായിട്ട് ഇപ്രാവശ്യം ഞങ്ങൾ വൈകുന്നേരം കരോളിലൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇന്ന് ഞങ്ങൾ അടിപൊളിയായിട്ട് നടത്തുക. ശബരിമല അയ്യപ്പ സേവാ സമാജം കുട്ടനാട് താലൂക്ക് സമിതിയുടെ ആഭിമുഖ്യത്തിൽ മങ്കൊമ്പ് തെക്കേക്കരയിൽ പ്രവർത്തിക്കുന്ന ശബരിമല ഇടത്താവളത്തിൽ നീരാഞ്ജന പൂജ നടന്നു. ഡോക്ടർ ഗ്രേസ് ജോർജ് വാച്ചാപ്പറമ്പ് ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു. ശബരിമല അയ്യപ്പ സേവാ സമാജം സംസ്ഥാന സെക്രട്ടറി രതി ദേവി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മുല്ലയ്ക്കൽ എസ് കവിരാജൻ ശാന്തി ഗണപതി പൂജ നടത്തി. അയ്യപ്പ സേവാ സമാജം സ്ഥാപക ട്രസ്റ്റി അയ്യപ്പദാസ് സ്വാമി ആധ്യാത്മിക പ്രഭാഷണം നടത്തി. അതായത് ജനുവരി മാസം 11-ാം തീയതി വരെ പന്തളത്ത് നമുക്ക് ചെന്നു കഴിഞ്ഞാൽ ഈ തിരുവാഭരണം കാണാനായി സാധിക്കും. ആ തിരുവാഭരണം കാണണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, ആ തിരുവാഭരണത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള തിരുമുഖം നമ്മൾ ഇന്ന് സ്വാമിയെ കാണുന്ന അത്രയ്ക്കും ശാന്തശീലമോ അത്രയ്ക്കും തീരെ പയ്യനോ അല്ല, അസാധാരണ അംഗസൗഷ്ഠവമുള്ള വലിയ കൊമ്പൻ മീശയുള്ള ഒരു യുവാവാണ് സാക്ഷാൽ ശ്രീധർമ്മശാസ്ത്രാവ്. 2 ഭാര്യമാർ കൂടെയുണ്ട്. പൂർണ്ണ പുഷ്കര. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണ്ണ ഗ്രാമിന് 7090 രൂപ, പവന് 56,720 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.